ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണെന്നറിയാമോ? ഒരു ഹൈ സാലറി ഉള്ള, ഹൈ ഇൻകം ഉള്ള, ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ അയാൾ നല്ല പാർട്ണറാവോ? കമന്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്താണെന്നറിയാമോ? എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, കാശുണ്ടെങ്കിൽ കംഫർട്ട് കിട്ടും, എല്ലാം നടക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലേ, അത്രയും തല്ലിപ്പൊളിയാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, റെസ്പെക്ട് തന്നില്ല, ജീവിതത്തിൽ ഒന്നിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ഒരാളെയാണ് കെട്ടണമെങ്കിൽ നമ്മുടെ ലൈഫിൽ പൈസ ഉണ്ടാക്കുന്ന ഒരാളാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം നമ്മൾക്കൊരു സെക്യൂരിറ്റി തരും, നമ്മുടെ ജീവിതത്തിൽ നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റും, നന്നായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാം കിട്ടും. പക്ഷേ ഇമോഷണൽ മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു സേഫ്റ്റി ഉണ്ടാവില്ല. അയാളുടെ കൂടെ ജീവിക്കുമ്പോഴേ നമ്മൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഇമോഷണൽ മെച്ചൂരിറ്റി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ എന്താ കാര്യം എന്നറിയാമോ? ഇമോഷണൽ മെച്ചൂരിറ്റി ഇല്ലാതെ നമുക്കിപ്പോ കുറെ പണമുണ്ട്, നല്ല വലിയ വീടുണ്ട്, സക്സസ് ഉണ്ട്, എല്ലാം ഉണ്ട്, കാണാനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷെ ആ ഒരു ലൈഫിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ഇല്ലേ, അത് വിജയത്തെക്കാളും വിജയമാണ് എന്ന് പുറത്തൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ അകത്തിരിക്കുന്ന ആൾ നീറിയായിട്ടിരിക്കുന്നത്, എല്ലാ ദിവസവും ഈഗോ ഇഷ്യൂസ്, എല്ലാ ദിവസവും മോശമായിട്ടുള്ള സംസാരം, പലപ്പോഴും ഈ ആളെ കാണുമ്പോൾ തന്നെ മിണ്ടാൻ കയ്യും കാലും വരയ്ക്കും. അപ്പൊ ഒന്നും ഇങ്ങനെ നമ്മളുടെ ഇമോഷനെയൊക്കെ അകത്ത് വിഴുങ്ങി പേടിച്ച് വിറച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു ആള്, അല്ലെങ്കിൽ ആ ഒരു പങ്കാളിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മുടെ കാര്യത്തിൽ മനസ്സിലാക്കുക, പണം കൊണ്ട് സത്യം പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ഒരു എന്താണ് ലൈഫ് സ്റ്റൈലിൽ കംഫർട്ട് ഉണ്ടാവും എന്നുള്ളതല്ലാതെ സമാധാനം ഉണ്ടാവില്ല. ഈ പൈസ ഉള്ളവന്മാര് പലപ്പോഴും ഒരു ബ്ലെയിം ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, അവർ ഒന്നിന്റെയും റെസ്പോൺസിബിലിറ്റി എടുക്കില്ല, നമ്മളിങ്ങനെ വിക്ടിം ആക്കിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? മെച്യൂർ ആയിട്ടുള്ള ഒരു പാറ്റേൺസ് ലൈഫിൽ കാണിക്കുന്ന ഒരാളെ അല്ല നമ്മൾ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നല്ലൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾ ഏറ്റവും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കില്ല, നമ്മളായിട്ട് മനസ്സിലാക്കും, ഒരു ഈഗോയും ഇല്ല, എന്തിനും നമ്മൾക്കൊരു വാല്യൂ തന്നെ ഒരാളായിരിക്കും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പൈസയേക്കാൾ പ്രധാനം. അപ്പൊ അങ്ങനെയുള്ളൊരു പങ്കാളിനെയാണ് കിട്ടണമെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മാജിക്കലി ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലാണ്, നിങ്ങൾക്കൊരു അവയർനെസ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈഫ് കോച്ച് ഷിജേര തെറാപ്പിസ്റ്റിന്റെ സപ്പോർട്ട് എടുക്കാം. നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വലിയൊരു വീടോ ഒത്തിരി ബാങ്ക് ബാലൻസോ അല്ല, പീസാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യാൻ നോക്കുക.